സന്താനത്തിന്റെ മധുവില് ആ ഉദരത്തിന് ചെറിയ വിഷഹാനി ഇട്ടിട്ടുള്ള ഉണ്ണി ഏറെ കാലങ്ങൾക്ക് മുമ്പ് അതാരാ കൊടുത്തതെന്ന് നീ അറിഞ്ഞു വെച്ചിട്ടുണ്ടാവുന്നേ. എവിടുന്നാ വരുന്ന ഉണ്ണി നീയെ? നാളെ ഒന്ന് വരും. ഒരു മധുവിന്റെ ഒപ്പം ഞാൻ ചെറുപ്പുണ്ടാക്കിക്കാം. അപ്പൊ പിന്നെ നീ നിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു മധു വാങ്ങിച്ചിട്ട് ആ ഉണ്ണി സന്താനത്തിന് സങ്കല്പിച്ച ശിരസുകൊണ്ട് പാദം വരെ ഒരു പിടി വെള്ളി ഒഴിഞ്ഞാലും നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്ത് ഒരു നുള്ള മണ്ണോടുകൂടെ എന്റെ ഇളം മനത്തോടായ നീ അത് കൊണ്ടുവന്നാൽ ഞാനതിന് മൂർത്തിയിരിച്ച് നിവൃത്തി ഉണ്ടാക്കി തന്നേക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ തകരം. അതാവട്ടെ ഇന്ന് നീ വന്നിട്ട് നിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവരണം അതല്ലേ? അല്ലെങ്കിൽ ഇവിടെ മധുവില്ലാണ്ടല്ല ആ മധു എടുത്ത് നിനക്ക് പൂർത്തീകരിച്ച് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നിന്റെ ഭവനത്തിൽ ആ ഉണ്ണി സന്താനത്തിന് ഒഴിഞ്ഞ് ഒരു പിടി വെള്ളിയാഴ്ച വരാൻ പറഞ്ഞതിന്റെ കാര്യം എന്താ? അതും നിവർത്തിക്കാൻ പറ്റുമോ നോക്ക് നീ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാ? അത് നീ ദിവസം പറഞ്ഞു. അത് പോണ്ട കാലാവധി കഴിഞ്ഞില്ലേ? മനസ്സിലായില്ല? 2-3 വട്ടം വാഹനത്തിൽ നിന്ന് വീഴ വാഹനം തട്ടുമുട്ടം ഉണ്ടായിട്ടുണ്ടാവും എനിക്ക്. അപ്പൊ ശരിയല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ നീ അത് നീട്ടിക്കൊണ്ടുപോയാൽ എങ്ങനെയാ ശരിയാവാ? അപ്പൊ നിന്റെ താഴ്ചയുടെ പൊട്ടണം എന്ന് നിനക്ക് നിശ്ചയുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോ. അതൊക്കെ അതായത് മധു സേവിച്ച് ഏതെങ്കിലും വാഹനത്തിന് തട്ടുമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് നിനക്ക് ദോഷ. ഏതെങ്കിലും ഒരു വാഹനം വന്ന് ആ ഉണ്ണിയെ തട്ടി 3 കൂടി കവലയിൽ വീണാൽ അപ്പോഴും നിനക്ക് ദോഷ. അത് നീ നിശ്ചയിച്ചോ. ഒരു 10 കർമ്മം പ്രവർത്തിച്ച് ഭവനത്തിന്റെ 4 ഭാഗത്ത് നിന്നുകൊണ്ട് മണ്ണ് ഒരു പിടി വെള്ളി ആ ഉണ്ണി സന്താനത്തിന്റെ ഒരു ചിത്രം എല്ലാം കൂടി കൊണ്ടുപോവാ. നാളെ വന്നാൽ എത്രയും നല്ലത്. ആ ഉണ്ണിയെ ഒഴിഞ്ഞ ഒരു പിടി വെള്ളി, ഒരു പാത്രം നെയ്യ്, അത് കൂടാക്കേണ്ട ഒരു കോടിയാറ, ഒരു മധു. വലുതൊന്നും വേണ്ട, ഒരു ചെറിയ മധുവായിട്ട് നീ വാ, ഞാനതിന് തീർപ്പുണ്ടാക്കി തരാം. ഇതാ അതിന് പെൺസന്താനം കൊടുത്താൽ ഇപ്പോഴൊന്നല്ല, കുറച്ചു കാലങ്ങളായി. കുറച്ചു കാലം അധികം പിന്നിലേക്ക് പോകണം. മനസ്സിലായേ? അത് ചില ഉണ്ണിയുടെ അറിവോട് കൂടി കൊടുത്തതാ. അത് ഉദരത്തിൽ കിടക്കുന്ന കാലം വരെ ഉണ്ണിയോട് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇല്ല, ഒരു മുറിയറയിൽ കിടപ്പ് വരെ ഇല്ല എന്ന് പറയാം. അങ്ങനെയല്ലല്ലേ? ഇത്രയും പറഞ്ഞാൽ പോരെ നിനക്ക്? ഞാൻ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ കാര്യം? അതായത് ഭാര്യ ഭർത്തൃ സുഖമില്ല നിനക്ക്, അതുകൂടാക്കേണ്ട ഒരു മുറിയറയില് ഒരു നാൽക്കാൽ പീഠത്തിൽ ഒരുമിച്ച് സഹിക്കണില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. അതിന്റെ നക്ഷത്രം കൊണ്ട് തിരുവാതിരന്റെ അച്ഛന്റെ നക്ഷത്ര മനസ്സിലായില്ല. അപ്പൊ അതിന്റെ ഒരു ദശാന്തം കൂടി മാറേണ്ടതുണ്ട്.
അതല്ലേ രണ്ടുപേരുടെ നക്ഷത്രം കൂടി കൂട്ടി യോജിപ്പിച്ച് കാര്യം പ്രവർത്തിക്കും. അപ്പൊ നിന്റെ നക്ഷത്രത്തിന് ഇത്തിരി താഴ്ച വീണാലും ആ ഉണ്ണിസുന്ദരത്തിന്റെ നക്ഷത്രം കൊണ്ട് ഉയർച്ച ഉണ്ടാവും. അപ്പോ വിനയാളരുടെ നക്ഷത്രം കൊണ്ട് എനിക്ക് താഴ്ച. അപ്പൊ നിനക്കും അതൊരു താഴ്ച സംഭവിക്കണം. മനസ്സിലായില്ല? നിന്റെ നക്ഷത്രം കൊണ്ട് ഉയർച്ച ഉണ്ടെങ്കിൽ ആ ഉണ്ണിയുടെ നക്ഷത്രം കൊണ്ട് താഴ്ച ഉണ്ടെങ്കിൽ ശരിക്കയറി പോരാ. മനസ്സിലായില്ല? അപ്പൊ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ഉണ്ണിസന്താനത്തിന്റെ പേരും പറഞ്ഞ് ഒരു കോവളത്തിന്റെ ഹാരം ഒരു കുടം കൊണ്ട് നീര് ആദ്യത്തെ തിങ്കളും അവസാനത്തെ തിങ്കളും ആ ഉണ്ണിസന്താനത്തിനോട് പറയാ തിരുത്ത് വിട്ട് പാദം വരെ ഒഴിഞ്ഞ് എന്റെ അച്ഛന്റെ ആലയത്തിലും മുന്നിലും പിന്നിലും ഒരു ദീപത്തിന് കൊടുക്കാൻ പറയാ. ഇതാ പിറന്നാൾ ദിനം വരുന്നതിന്റെ 7 ദിനം മുമ്പ്, മനസ്സിലായില്ലേ? പിറന്നാൾ ദിനം വരുന്നതിന്റെ 7 ദിനം മുമ്പ് ചൂലക്കാരന്റെ ആസ്ഥാനത്ത് മുടക്കം കൂടാതെ കണ്ട് ആ 7 ദിനം ഒരിളനീര് കൊണ്ട് അല്ലെങ്കിൽ ഒരു ക്ഷീരം കൊണ്ട് അത് ഉണ്ണിക്ക് ഏതോ സൗകര്യാർത്ഥം എന്ന് വെച്ചാൽ അതൊന്ന് പ്രവർത്തിക്കൂടാ. അത് ഭവനം 5 വലത്ത് വയ്ക്കാം. ഉണ്ണിസന്താനത്തിന്റെ പണിയാളരെ മുഖം മനസ്സിൽ കാണാം. എന്നിട്ട് എന്റെ രൂപം എന്റെ അച്ഛന്റെ രൂപം കാണാം. 5 വലത്ത് വെച്ച് എന്റെ കുട്ടികൾപ്പത്തിലിട്ട് പോകുമ്പോൾ ഞാൻ പൂർത്തീകരിക്കാൻ അതായത് നിന്റെ ദേശത്ത് അച്ഛനായിരിക്കണം കേട്ടോ ഉണ്ണിയെ. ജന്മനക്ഷത്ര നാള് വരും. മനസ്സിലായില്ല? ഒരാണ്ടക്കൊടുക്ക പിറന്നാള് വരിക. 30 നാള് കൂടുമ്പോ ജന്മനക്ഷത്ര നാള് വരുന്നു. അതിന്റെ 6 ദിനം മുമ്പ് 7ാമത്തെ ദിനം ജന്മനക്ഷത്ര നാള് ഒരു ക്ഷീരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇളനീര് കൊണ്ടോ അത് ഉണ്ണിയുടെ സൗകര്യാർത്ഥം ഏതായാലും പൂർത്തീകരിച്ചേക്കാ. അപ്പൊ ആ ദശാന്തിക്ക് ഒരു ദോഷമൊന്നും തീരാൻ വേണ്ടിയിട്ടാണ്. ആയത്തിന് ദോഷമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. ആപത്തില്ല, എന്നാലും ഒരു ചെറിയ തടസ്സങ്ങൾ. ആ തടസ്സം പൊട്ടിച്ച് മാറ്റി നിനക്ക് പൂർത്തീകരിച്ചു തരണ്ടേ? അതിന് വേണ്ടിയിട്ടാ പൊട്ടും. ഇപ്പൊ രണ്ടാമത് ആ രാശി ഒന്ന് മാറിയപ്പോ ഒരു ചെറിയ തടസ്സം. നക്ഷത്രം ആഹ്ലാദിപ്പുണ്ട നാളെ വരും. അപ്പൊ ഇത് കുഴിഞ്ഞ് സങ്കല്പിച്ച് അവിടെ ഇട്ട ഉണ്ണി നീ ആഹ്ലാദിപ്പുണ്ട, ഞാൻ പൂർത്തീകരിച്ചു തരാം. പോരെ? ഇതുവരെ ഞാൻ നിനക്ക് നിലനിർത്തി തന്നിട്ടുണ്ട്. ഇനിയും അപ്രകാരം തന്നെ പൂർത്തീകരിച്ചു തരും. അത് നീ ആവലാതിപ്പെടേണ്ട കാര്യമില്ല. എന്റെ ഇല്ലം മനക്കോലായി നീ വന്ന നാള് തൊട്ട് നീ ഇങ്ങോട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. വന്നപ്പോ എങ്ങനെയായിരുന്നു, ഇപ്പൊ ഈ നേരം വരെ എങ്ങനെയുണ്ട് എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിന്റെ തടസ്സങ്ങളും നിനക്ക് വന്നിട്ടുള്ള ആഭിചാര കർമ്മങ്ങളൊക്കെ വെട്ടിമാറ്റി ഞാനത് പൂർത്തീകരിച്ച് ഈ നേരം വരെ നിന്റെ ഇല്ലം മനക്കോലായി ഞാൻ കാത്ത് അവിടെ കാവലായിട്ട് നിനക്ക് 8 ആധാരം 18 അങ്കുലമായിട്ടുള്ള നിന്റെ ശരീരത്തിലും നീ ആ കർമ്മം ചെയ്യുന്ന കർമ്മമേഖലയിലും ആപത്ത് കൂടാതെ കണ്ട് നിന്നെ ഞാൻ ഈ നേരം വരെ കാത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ ബലം കൊണ്ട് തന്നെയാ. നീ പൊക്കോ, ഞാൻ പൂർത്തീകരിച്ചു കേട്ടാ.
നിരുത്സാഹപ്പെടുത്തണില്ല. ഞാൻ വാങ്ങിച്ചു തരാം. ഞാൻ നിന്നോട് പറഞ്ഞു എന്റെ വെള്ളാട്ടൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതിന് തീർപ്പുണ്ടാക്കി തരാം. നാളെ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് കാര്യം പറയാം. അതുകൂടാണ്ട് എന്റെ മണ്ഡപത്തിൽ ഈ കാര്യം ഒന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചാൽ ഞാനതിന് തീർപ്പുണ്ടാക്കി തരാം. നിനക്ക് വല്ല സ്നേഹബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും ചോദ്യത്തിന് മാറുന്നില്ല. നിനക്ക് വല്ല സ്നേഹബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അത് തന്നെയല്ലേ തൊട്ട് ഒരു വട്ടം 2 വട്ടം ചോദിച്ച ചോദ്യം ഇങ്ങനെ തന്നെയാ. നിനക്ക് വല്ല സ്നേഹബന്ധം ഉണ്ടായിട്ടുണ്ടോ? അപ്പോ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചു, അപ്പോഴും പറഞ്ഞില്ല. പിന്നെ ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നൊരു ചോദ്യം കൂടി ചോദിച്ചു, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണമെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു. ഏതെങ്കിലും ഉണ്ണിസന്താനങ്ങളുടെ പെൺസന്താനമായിട്ട് നിനക്ക് വല്ല ഇടപഴക്കുണ്ടായിട്ടില്ല? ഉണ്ണിസന്താനങ്ങളുള്ള ഏതെങ്കിലും പെൺസന്താനങ്ങളായിട്ട് നിനക്ക് വല്ല ഇടപഴക്കുണ്ടായിട്ടുള്ളൂ? സ്നേഹബന്ധം ഉണ്ടായിട്ടുള്ളൂ അവിടേക്ക്? എന്തിനാണെന്നറിയോ? നിന്റെ മംഗല്യത്തിന്റെ തടസ്സം അവിടെ നിന്ന് വന്നിട്ടുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അവര് വഴിമരുന്ന് ഇട്ട് തന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. മനസ്സിലായില്ല? എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന വെച്ചിട്ടുണ്ടോ എന്നറിയാൻ ചോദിച്ചു. എന്താ ഇത് ഞാൻ ചോദിച്ച അതിനാദ്യത്തേന് ഉത്തരം കിട്ടി. രണ്ടാമത്തെ ചോദിച്ചെന്തിനാ മനസ്സിലായില്ല എനിക്ക്. ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ചോദിച്ച ചോദ്യം ഉണ്ടായിട്ടുണ്ട്. എവിടുന്ന വരുന്നത്? ഒരു സ്ത്രീ പ്രതിമയായിട്ട് നാളെ വരും.